നമ്മളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ആഘോഷങ്ങളും എല്ലാം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്, അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അതായത് ഒരു മാരേജ് അത് ഇങ്ങനെയാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും ലക്ഷൂറിയസ് ആയിട്ട് ആഡംബരമായിട്ട് കഴിച്ചാലേ അതാവുള്ളൂ എന്നൊരു തോട്ട് കുത്തിവെച്ച് നമ്മളെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കും. അത് ചെയ്യണമെങ്കിൽ നമുക്ക് പണം വേണം, പണം കിട്ടാൻ നമ്മൾ ലോൺ എടുക്കും. ഈ ലോൺ എടുത്ത ശേഷം ഇത് പേ ചെയ്യാൻ വേണ്ടി നമ്മൾ 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം ആഴ്ചയിൽ പണിയെടുക്കും. അതുകൂടാതെ ഓവർ ടൈം പണിയെടുക്കും. ഇതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് എന്ന് പോകുന്നത് അങ്ങോട്ടേക്കാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ആവശ്യമില്ലെങ്കിലും അതിനേക്കാൾ വലിയൊരു വീട് വെക്കും നമ്മൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി. അതിനും നമ്മൾ ലോൺ എടുക്കും. അത് പേ ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. എന്നിട്ട് ജീവിക്കാൻ സമയമില്ല. അതായത് ഇപ്പോൾ ഇത്രയും ആഡംബരത്തോടെ നടത്തിയ കല്യാണത്തിൽ പിന്നീട് ആ പാർട്ട്ണറിനോടൊത്ത് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല. നമ്മൾ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. ആ വീട്ടിൽ നമ്മളൊരു ബാൽക്കണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും, പക്ഷേ ആ ബാൽക്കണിയിൽ ഒരു ചായ കുടിക്കുന്ന സമയം നമുക്കില്ല, നമുക്ക് സമാധാനമില്ല. ഈ ഓട്ടമാണ്. അപ്പോൾ ഈ മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയുന്ന മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത്. ഈ മെൻ്റൽ ക്ലാരിറ്റിയുടെ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ UK-ലായതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കയറി വരുന്നത് നിങ്ങൾക്കറിയാലോ. ഇവിടെ നിയമം വെച്ചിട്ട് നമുക്ക് നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഇവിടെ വരുന്ന ആദ്യത്തെ 1 വർഷം നമുക്ക് വണ്ടി ഓടിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല, അത് ഇല്ലീഗലാണ്. അപ്പോൾ ഈ 1 വർഷത്തിനുള്ളിൽ നമ്മൾ ഇവിടുത്തെ ലൈസൻസ് നേടുക എന്നുള്ളതാണ്. അപ്പോഴേ കയറി വരുന്ന പലരും ഒരു പുതിയ രാജ്യത്ത് വരുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ കാണുന്നു. സോ ദേ ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. സോ അവർ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലേക്ക് പോകുന്നു, എൻജോയ്മെൻറ്റിലേക്ക് പോകുന്നു. 1 വർഷം എന്ന് പറയുന്നത് പെട്ടെന്ന് പോകും. പിന്നീട് ഇവിടെ ജീവിക്കണമെങ്കിൽ ഒരു കാറും ഒരു ലൈസൻസും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡീസൻ്റായിട്ട് ജീവിക്കാൻ. അത് തിരിച്ചറിഞ്ഞ് വന്നിട്ട് ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴാണ് 1 വർഷം കഴിഞ്ഞ് എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി എ ബിഗ് ടാസ്ക്. വളരെ വലിയ ഹാസിലാണ് അതിൻ്റെ പുറകിലുള്ളത്. നമ്മൾ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ കാണണം, ഇൻസ്റ്റിറ്റ്യൂഷനെ കാണണം, അവരുടെ എക്സ്പെൻസസ് നമ്മൾ മീറ്റ് ചെയ്യണം. അതൊരു വളരെ വലിയ എക്സ്പെൻസാണ്. അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാൾക്ക് കാറ് ലൈസൻസ് കിട്ടി 3 വർഷം നമുക്ക് എക്സ്പീരിയൻസ്, അങ്ങനത്തെ ഒരാളുടെ കഴിവുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈസൻസ് കിട്ടുള്ളൂ. ഇറ്റ്സ് എ ബിഗ് ടാസ്ക്, എക്സ്പെൻസീവാണ്. സോ ഈ ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഇറ്റ്സ് എ ബിഗ് തിങ്.